ഭൂപടം നിവർത്തി വെച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ രാജ്യം കണ്ടെത്താൻ പ്രയാസപ്പെടും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അഗാധതയിൽ ചിതറിക്കിടക്കുന്ന 10 കുഞ്ഞൻ ദ്വീപുകൾ. ലോകം അവരെ കേപ്പ് വെർദെ എന്ന് വിളിച്ചു. ആകെ ജനസംഖ്യ 6 ലക്ഷത്തിൽ താഴെ മാത്രം. ചരിത്രം അവർക്ക് നൽകിയത് ദാരിദ്ര്യവും വിട്ടുമാറാത്ത പട്ടിണിയും കടലലകളുടെ ഇരുമ്പലും മാത്രമായിരുന്നു. പക്ഷേ ഈ ദ്വീപ് നിവാസികൾക്ക് ഫുട്ബോൾ എന്നത് വെറുമൊരു കളിയായിരുന്നില്ല, അതവരുടെ ഭാഷയായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ സംസാരിക്കുന്ന ഒരേ ഒരു ഭാഷ. പട്ടിണിയും പ്രതിസന്ധികളും നെഞ്ചു പൊള്ളിയപ്പോഴും അവർ തങ്ങളുടെ കാലിലെ പഴയ ചെരുപ്പുകളെ പന്താക്കി മാറ്റി. ദശാബ്ദങ്ങളോളം ലോക ഫുട്ബോളിന്റെ ഇരുളിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു അവർ. 2025 ഒരു തീ കൊളുത്തി. ആ തീ പിന്നീട് ഒരു കൊടുങ്കാറ്റായി മാറി. അതെ, 2026 ലോകകപ്പിന്റെ യോഗ്യതാ റൗണ്ടിലേക്ക് അവർ ബൂട്ട് കെട്ടി ഇറങ്ങിയപ്പോൾ ആരും അവരെ ഭയപ്പെട്ടിരുന്നില്ല. എന്നാൽ മൈതാനത്ത് അവർ പുലർത്തിയ അച്ചടക്കവും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവും കണ്ട് ലോകം നെറ്റി ചുളിച്ചു. വമ്പന്മാരെ ഓരോരുത്തരെയായി അവർ അട്ടിമറിച്ചു. അത് വെറും ഒരു ടീമിന്റെ വിജയമായിരുന്നില്ല, ഒരൊറ്റ മനസ്സായി മാറിയ 10 ദ്വീപുകളുടെ കരുത്തായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പട്ടിണിയും പകർച്ചവ്യാധികളും ആഭ്യന്തര യുദ്ധങ്ങളും അരങ്ങ് വാഴുമ്പോഴും ഫുട്ബോൾ മൈതാനങ്ങളിൽ ആഫ്രിക്കൻ കരുത്തിന്റെ പൂർണ്ണതയായി കേപ്പ് വെർദെ മാറി. 2026 ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് വന്നപ്പോൾ എല്ലാവരും അവരെ എഴുതിത്തള്ളി. കാരണം അവർ ചെന്നുപെട്ടത് മരണ ഗ്രൂപ്പിലായിരുന്നു. ഒപ്പമുണ്ടായിരുന്നത് ലോക ഫുട്ബോളിലെ അധികായന്മാരായ സ്പെയിനും മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേയും അതോടൊപ്പം കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൗദി അറേബ്യയും. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ കേപ്പ് വെർദെ നാണം കെട്ട് പുറത്താകുമെന്ന് ഏവരും പ്രവചിച്ചു. എന്നാൽ പ്രവചിച്ചവരുടെ എല്ലാം കേപ്പ് വെർദെ അടപ്പിച്ചു. ഒരു മത്സരത്തിൽ പോലും തോൽവി എന്തെന്നറിയാതെ തോൽക്കാൻ മനസ്സില്ലാത്ത ആഫ്രിക്കൻ സിംഹങ്ങളെ പോലെ അവർ കുതിച്ചു. അങ്ങനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയുള്ള യാത്രയ്ക്ക് ശേഷം അവർ ചെന്നുപെട്ടത് ശരിക്കും ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. സാക്ഷാൽ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരം. ലോക ചാമ്പ്യന്മാരായ മെസ്സിയുടെ സംഘത്തിനെതിരെ കുഞ്ഞൻ ടീമായ കേപ്പ് വെർദെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് ചിന്തിച്ച സ്ഥലത്ത് കണ്ടത് ഈ ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടമായിരുന്നു. ലോകം മുഴുവൻ അർജന്റീനയുടെ ആധികാരിക വിജയം ഉറപ്പിച്ച മത്സരം. പക്ഷേ കേപ്പ് വെർദെയുടെ വെറ്ററൻ ഗോൾ കീപ്പർ ഒസീനിയ ഒരു മഹാമേരുവിനെ പോലെ ഗോൾ വലയ്ക്ക് മുന്നിൽ നിലകൊണ്ടു. കളിയിൽ അവർ അർജന്റീനയെ ശരിക്കും വിറപ്പിച്ചു. സിഡ്നി ലോപ്പസ് അർജന്റീനയുടെ വല കുലുക്കിക്കൊണ്ട് നേടിയ ആ രണ്ടാമത്തെ ഗോളും അതിനുശേഷം നടത്തിയ ആ ആഘോഷവും ശരിക്കും ഹൃദയം കൊണ്ടായിരുന്നു അദ്ദേഹം ആ നിമിഷം തൻ്റെ ജനതയ്ക്കായി ആഘോഷിച്ചത്. നിശ്ചിത സമയവും കഴിഞ്ഞ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അർജന്റീന 3-2 എന്ന മാർജിനിൽ മുന്നിലായിരുന്നു. ആ സമയത്തും കേപ്പ് വെർദെ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ശരിക്കും അർജന്റീനയുടെ ഗോൾ മുഖം അവർ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്നു. അർജന്റീനയുടെ രക്ഷകന് എമിലിയാനോ മാർട്ടിനസിന്റെ അസാധ്യ സേവുകളാണ് ശരിക്കും അർജന്റീനയെ കാത്തുരക്ഷിച്ചത്. ഒരു തരി ജീവനുണ്ടെങ്കിൽ അതുകൊണ്ട് കളി ജയിക്കും എന്ന വീര്യത്തിലായിരുന്നു കേപ്പ് വെർദെ. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീന കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നതാണ് പെട്ടെന്നുള്ള ഉത്തരം. കളി അവസാനിച്ചപ്പോൾ കേപ്പ് വെർദെ താരങ്ങൾ മൈതാനത്തിരുന്ന് വിതുമ്പി. ഗ്യാലറിയിലെ കുരുന്നുകൾ കണ്ണീർ പൊഴിച്ചു. ആ നിമിഷം ലോകത്തെ സകല മനുഷ്യർക്കും അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തോന്നിപ്പോയിട്ടുണ്ടാകും. ഇവിടെയാണ് നാം ഒരു സിനിമയിലെ സീൻ ഓർത്തു പോകുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ ബ്രിട്ടീഷ് പട്ടാളം തന്നെ പരാജയപ്പെടുത്തുന്ന ഉറപ്പായ നിമിഷത്തിൽ മരണം കാത്തുകിടക്കുന്ന പടനായകൻ കൈതേരി അമ്പുവിനോട് പഴശ്ശിരാജ പറയുന്നുണ്ട്, നമ്മളെല്ലാം പോകും, പക്ഷെ നമ്മുടെ വാളുകളുടെ കഥകൾ എന്നും നിലനിൽക്കും. വരുംകാലത്ത് കുട്ടികൾ കൂടി അത് പറയും. അതുപോലെയാണ് കേപ്പ് വെർദെയുടെ പോരാട്ടവും. ഈ ലോകകപ്പിൽ അവരുടെ ബൂട്ടുകൾ എഴുതിയ വീരഗാഥകൾ ഒരിക്കലും വിസ്മൃതിയിലേക്ക് പോവുകയില്ല. പ്രിയ കേപ്പ് വെർദെ, നിങ്ങൾ കണ്ണീർ പൊഴിക്കരുത്, അഭിമാനത്തോടെ മടങ്ങുക. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വീണ്ടും വരിക മറ്റൊരു ലോകകപ്പ് കാലത്ത്.